റൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കറിയാം കോളിഫ്ലവർ ആണ്. ഇത് കണ്ടത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല അവർ ഇതുണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 500 ഗ്രാം, 1/2 കിലോ കോളിഫ്ലവർ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. പലർക്കും കോളിഫ്ലവർ എങ്ങനെ കുക്ക് ചെയ്യണം എന്ന് അറിയാത്തവർ ധാരാളമുണ്ട്, പ്രത്യേകിച്ചും പാചകമൊക്കെ തുടങ്ങുന്നവർക്ക്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വെറുതെ 4 മണി ചായക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഞാനൊരു വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് കോളിഫ്ലവർ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ള വിഷാംശമൊക്കെ മാറുകയും ചെയ്യും. അത്യാവശ്യം ഒരു ഹാഫ് കുക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ കോളിഫ്ലവർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതിനകത്തൊന്ന് കിടക്കട്ടെ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരുവാണ് ഇത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറണം. ചൂടാറുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇത്തിരി മസാല തയ്യാറാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മസാല ചേർക്കാനുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കോൺഫ്ലവറാണ് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടലമാവില്ലേ, ഗ്രാം ഫ്ലവർ, അതും എടുത്തിട്ടുണ്ട് 2 സ്പൂണ്. ഇത് എന്താണ്, റവയാണ് കേട്ടോ. ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി എടുത്തതാണ്. ഇത് മുളക് പൊടിയാണ് 1 സ്പൂണ്. അത് നമ്മുടെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, അത് ഇട്ട് കൊടുത്ത് 1/2 സ്പൂണ്. ഇത് മല്ലിപ്പൊടിയാണ്, അത് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ, നമ്മൾ ആദ്യം ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി 2 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ എന്താണ് നമ്മുടെ കുക്കിംഗ് ഓയിൽ, അത് ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഗരം മസാല പൗഡർ ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. അല്പം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ആവണം കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ വെള്ളം നമുക്ക് ഒഴിക്കണം. ഇത്രയും മിക്സ് ആയിട്ടുണ്ട്. ഇത്തിരി പോരെ, ഈ കൺസിസ്റ്റൻസി പോരെ. ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇനി ഇത്തിരി നാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ആയാലും മതി. 1 സ്പൂണ് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ നമ്മൾ സ്ട്രെയിനിൽ വാരി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഞാൻ അതുകൊണ്ട് അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇതാണ് നമ്മുടെ ഏകദേശം നമ്മുടെ കൺസിസ്റ്റൻസി. കാരണം നമ്മുടെ ആ കോളിഫ്ലവറിൽ നന്നായിട്ട് ഈ മസാല നല്ലപോലെ പിടിച്ചിരിക്കണമല്ലോ. അത് ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ ഇതിൽ പിടിക്കാതിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. വേണമെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. വേണമെങ്കിൽ 1 മണിക്കൂർ വരെ ഇരുന്നാലും കുഴപ്പമില്ല. ആ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മൂടി ഒന്ന് മാറ്റി വയ്ക്കുകയാണേ. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ അടുപ്പത്ത് വെച്ചിരുന്നു, അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് നന്നായിട്ട് ഇത് മുങ്ങിക്കിടന്ന് വേണം കേട്ടോ. ഷാലോ ഫ്രൈ പോരാ, ഡീപ് ഫ്രൈ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല
ചൂടിലിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ആദ്യം ഒന്ന് എരിവ് കുറച്ച് ഇത്തിരി എടുത്തിട്ട് കോരി എടുക്കുവാണേ. അവർക്ക് എരിവ് കൂടിയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി കുറച്ചുകൂടെ മുളകും കൂടെ ചേർത്തിട്ട് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വേണം ഇടാൻ. ചൂട് എണ്ണയ്ക്ക് കുറവാണെങ്കിൽ എന്താ പറയുക, ഇതിൽ എണ്ണ കുടിച്ചു പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി തിളച്ച എണ്ണയിൽ വേണം ഇട്ട് ഇത് ഇത്തിരി കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കറിയാമല്ലോ അതിൻ്റെ ആ മൂപ്പായി കഴിയുമ്പോൾ ഒന്ന് കോരി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. ഇതെന്താ പറയുക, ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി ഇത് കഴിക്കാൻ നല്ലതാണ്. ഇത് നിർബന്ധമില്ല. വെറുതെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു കട്ടനും കൂടെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ കറിവേപ്പിലയും കൂടെ അതിനകത്ത് കിടന്നൊന്ന് അത് ലാസ്റ്റാണ് ഇട്ടത്. ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ കോളിഫ്ലവർ 65 നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി നേരത്തെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അതും കൂടി ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. നമ്മൾ മാക്സിമം എണ്ണ നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ഇതിനകത്തേക്ക് കോരി മാറ്റുവാണ്. ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. കണ്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.